ഹായ്, ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു മട്ടൺ കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മട്ടൺ കറി തയ്യാറാക്കാനായി ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു കറിപ്പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടി കട്ടിയുള്ള പാത്രം എടുത്തോളൂ. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, അതോടൊപ്പം തന്നെ 1.5 തുടം വെളുത്തുള്ളി നെടുകെ പിളർന്നത് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 2 വലിയുള്ളി നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ചെറിയ വലിയുള്ളി ആണെങ്കിൽ 2 എടുത്താൽ മതി കേട്ടോ. അതല്ല വലുതാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1 മതി. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് നെടുകെ പിളർന്നതും കൂടെ ചേർത്ത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡൻ ആവുമൊന്നും വേണ്ട, ഒരു പച്ചമണമൊക്കെ പോയി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്കൊരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ചുവന്ന മുളക് പൊടിച്ചത്, അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതാണ്. ഭയങ്കര എരിവുള്ള കുരുമുളകാണിത്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. എരിവിനനുസരിച്ച് 1.5 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ അത് എരിവിനനുസരിച്ചാണെന്ന് മാത്രം. അതിനുശേഷം തീ കുറച്ച് ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടിയുടെ ഒരു പച്ചമണം മാറി നല്ല പൊടി മൂത്ത ഒരു മണം വരുന്നത് വരെ വഴറ്റിയെടുക്കണം. പൊടി നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മതി കേട്ടോ. ആ പൊടിയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവാനാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. മസാല തയ്യാറായിട്ടുണ്ട്, നല്ലപോലെ മൂത്ത് വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് 1 കിലോ മട്ടൺ നന്നായിട്ട് കഴുകി വെള്ളം വാർത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ കഴുകി വെള്ളം വാലാൻ വെച്ചിരുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതേ കറി പ്രഷർ കുക്കറിൽ വെക്കാം. മട്ടൻ്റെ വേവിനനുസരിച്ച് 3-4 വിസിൽ ആവശ്യമായിട്ട് വരും. പ്രഷർ നാച്ചുറലി പൊയ്ക്കോട്ടെ. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് സാധാ അടുപ്പ് തീയിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അതായത് തീ കുറച്ചിട്ട് ഒരു 1-1.5 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ ഈ മട്ടൺ കുക്ക് ചെയ്യുന്നത്. സമയമില്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട, പ്രഷർ കുക്കറിൽ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ മട്ടൺ അത്യാവശ്യം കുക്കായിട്ടുണ്ട്, ഒരു 80% കുക്കായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വലിയ ക്യൂബ്സ് ആക്കിയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വലിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ, ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 2 എടുത്തോളൂ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്നത് വരെ ഒന്ന് വേവിക്കാം. അപ്പോഴേക്കും മട്ടണും റെഡിയാവും. മട്ടൺ റെഡി ആയെന്ന് അറിയാൻ വേണ്ടി പതുക്കെ ബോണിന്ന് മാംസം ഒന്ന് നീക്കി നോക്കിയാൽ മതി. ബോണിൽ നിന്ന് അത് ഊരിപ്പോരുന്നുണ്ടെങ്കിൽ മട്ടൺ കുക്കായിട്ടുണ്ട്. അപ്പോൾ അതാ മട്ടൺ റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് നല്ലപോലെ കുക്കായി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ കടുക് വറുത്ത് ചേർക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഓയിലൊന്ന് ചൂടാകുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഗോൾഡൻ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഗോൾഡൻ ആയി വരുമ്പോൾ ഇതിലേക്ക് 2-3 വറ്റൽമുളക്, ഒരു 2 സ്പ്രിഗ് കറിവേപ്പില എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ആസ് യൂഷ്വൽ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മട്ടൻ കറി റെഡിയായി. എപ്പോഴും അതായത് മീറ്റ് കുക്ക് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ സമയമെടുത്ത് കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കൂടും, മൃദുത്വം കൂടും. എപ്പോഴും അങ്ങനെയാണ് ടേസ്റ്റ്. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ ഗ്യാസിൻ്റെ എക്സ്പെൻസും മറ്റു കാര്യങ്ങളും ആലോചിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. വിറകടുപ്പിലാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ എപ്പോഴെങ്കിലും സമയവും സൗകര്യവും ഉള്ളപ്പോൾ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കുക. പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ സ്വാദ് എപ്പോഴും നമ്മൾ ചെറിയ തീയിൽ സമയമെടുത്ത് കുക്ക് ചെയ്യുമ്പോഴാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും കാണും വരേക്കും ബൈ ബൈ.